ഈ ടെസ്റ്റ് നടത്തിയിട്ട് നാളെ വരും. ശരി, വാ മോനെ. എങ്ങോട്ട് പുറത്തേക്ക് പിന്നെ തള്ളി കയറാൻ പറ്റുമോ? ഒന്നുമില്ല. അനന്തനോട് 10 മണിയുടെ വണ്ടി മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി. അനന്തൻ മാത്രം വന്നിട്ടില്ല. പിന്നെ ആ വണ്ടിയിലാ വരുന്നതെന്ന് അവൻ തന്നെയല്ലേ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത്? എന്ന് പറഞ്ഞ ആളെ കാണണ്ടേ? വണ്ടി ശേഷം വിട്ട ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. വന്ന വണ്ടിയുടെ എല്ലാ പെട്ടിയിലും നമ്മൾ അരച്ചു പരച്ചു നോക്കി. അനന്തം സാറിന്റെ പെട്ടി മാത്രം കണ്ടില്ല. പിന്നെ നമ്മൾ വേറൊരു ബുദ്ധി ചെയ്തു. അങ്ങോട്ട് പോണ വണ്ടിയുടെ പെട്ടി നോക്കി. ആ പെട്ടിയിലുമില്ല. ആ മണ്ടത്തരം ഞാനല്ല ചെയ്തത്. അത് നമ്മൾ പേഷ്യൻസിനെ വിളിക്കണം. 2 മിനിറ്റ് കഴിയട്ടെ. ഇനിയിപ്പോ സ്റ്റേഷനിൽ നിങ്ങളെ മിസ് ചെയ്തിട്ട് അവൻ നേരെ വീട്ടിൽ പോയി കാണുമോ? വീട്ടിൽ വിളിച്ച് ചോദിക്കൂ, സംശയം തീർക്കാമല്ലോ. അനന്തൻ സാറുള്ള സ്ഥലം കൃത്യമായി കണ്ടുപിടിച്ചിട്ട് വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. കാര്യം അറിയാമല്ലോ. മിണ്ടായിടൂ. ഹലോ, ആരാണ് മറിച്ചത്? ശ്രീദേവി അല്ലേ? ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കായിരുന്നു. അതെ, അനന്തന വണ്ടി വന്നിട്ടില്ല അത്രേ. പിന്നെ അവരെങ്ങോട്ട് പോയി? എന്നോട് ചോദിച്ചപ്പോ ഞാനെന്താ പറയാ? ഇതൊന്നും അമ്മയോട് പറയണ്ട. ചോദിച്ചാ ട്രെയിൻ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. അല്ലെ പിന്നെ ഇത് മതി ഇനി പ്രശ്നം കയറാൻ. ഓക്കെ, ആ ശരി. ഇനിയും 1 hour ആവുന്ന മെസ്സേജ്. നിർത്താൻ എങ്ങോട്ട് പോകുന്നു? മാറ്റിയിടറോ, പുറകോട്ട് മാറ്റാൻ മാറ്റിയിടറോ. എന്റെ അമ്മയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ പോകണം. ഒന്ന് വിടണം സാർ. പറ്റില്ല, ആരെയും കടത്തിവിടാൻ പറ്റില്ല. പ്ലീസ്, വളരെ സീരിയസ് ആണ് സാർ. എന്തൊക്കെ ആയാലും ഇപ്പൊ കടത്തിവിടാൻ പറ്റില്ല സാർ. ഞാൻ പറയുന്നത് കേൾക്കും. സമയം കഴിയട്ടെ, എന്നിട്ട് പോവാം. ഉടനെ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ എന്റെ അമ്മ. സാർ പ്ലീസ്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? മാറ്റിയിടറോ സാർ. സാർ മാറ്റിയിടാൻ. സാർ, സാറിന്റെ കാര്യം ഞാൻ പിടിക്കാം. വാ മോനു. ഇല്ല, അടുത്തൊന്നും ബ്ലോക്ക് തീരുന്ന മട്ടില്ല. ഏതോ VIP കടന്നു പോകാനുണ്ടെന്ന്. സാർ ഇവിടെ അങ്ങ് മുമ്പിലുണ്ട്. ചേച്ചി ഇപ്പൊ അങ്ങോട്ടൊന്നും പോണ്ട. സാറ് പോലീസുകാരുമായി മുട്ടനുടക്കില്ല. പ്രധാന നിരത്തിലുള്ള പ്രകടനങ്ങൾ നിരോധിക്കുന്നതിന് മുമ്പ് നിയന്ത്രിക്കേണ്ടത് ഈ VIP-കളുടെ വരവും പോക്കുക. മനുഷ്യനെ മെനക്കെടുത്താൻ കുറെ നേരമായി VIP-യുടെ വരവും കാത്ത് ഞങ്ങളുടെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. എപ്പോഴാണോ ശാപമോക്ഷം കിട്ടുക? ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും പറയും ദാ എത്തിക്കഴിഞ്ഞു, ഇപ്പൊ എത്തും, ഒരു 5 മിനിറ്റ് കൂടി എന്നൊക്കെ. അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് തന്നെ 2 മണിക്കൂറായി സാറേ. ഞങ്ങളുടെ ഗതികളെ ഞങ്ങൾ അനുഭവിച്ചോളാം. പക്ഷേ ഈ കാറുള്ള രോഗിയെങ്കിലും ഒന്ന് കടത്തി വിടണം സാർ. തന്നോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ VIP കടന്നു പോകാതെ ഒരു എറുമ്പിനെ പോലും കടത്തി വിടില്ലെന്ന്. അങ്ങനെ പറയരുത് സാർ. താമസിച്ചാലിന്റെ അമ്മ ഒരു 2 മിനിറ്റ് എന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം. നടക്കില്ല. എങ്ങോട്ടായി? ഇനിയും താമസിച്ചാൽ ആ രോഗി ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരില്ല. അത്രയ്ക്ക് ക്രിട്ടിക്കലാണ് അവരുടെ കണ്ടീഷൻ. തനിക്കെന്താ ഇത്ര നിശ്ചയം? ആ രോഗിയെ കണ്ടപ്പോ എനിക്ക് തോന്നി, ചേട്ടാ ഇവിടെ ആർക്കും ഇല്ലാത്ത നൊമ്പരം തനിക്ക് മാത്രം എന്താ? അതെ സാർ, ഒരു രോഗിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു അല്പം നൊമ്പരം കൂടും. ബിക്കോസ് ഐ എം എ ഡോക്ടർ. ഒരു അല്പം ദയവ് കാണിക്കണം. ഇതൊക്കെ നാളെ ആർക്കും സംഭവിക്കാവുന്നതാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ആ കാറിൽ കിടക്കുന്ന രോഗി എന്റെ തന്തയായ പോലും ഞാൻ കടത്തിവിടില്ല. പിന്നല്ലേ? വെറുതെ അല്ല പാവ ഔസേബ് സാർ നരകിച്ച് മരിച്ചത്. ആർക്കാടാ എന്റെ തന്തയോട് മനസ്സില്ല? VIP കടന്നു പോകാതെ ഒരുത്തരം കടത്തി വിടുന്ന പ്രശ്നമില്ല. എന്ത് ക്രിട്ടിക്കലായാലും ശരി. ഓടിക്കിടന്ന് ചാകാനാണ് വിധിയെങ്കിൽ അങ്ങ് പോയി തോലേറ്റടോ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ. അത്യാസന്ന നിലയിലുള്ള ഒരു രോഗി ഏത് സാഹചര്യത്തിലായാലും സംരക്ഷിക്കേണ്ട ചുമതല പോലീസിനുണ്ട്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും. വണ്ടി എടുക്കണോ? ഇയാൾ എന്ത് ചെയ്യുന്നു കണ്ടേ? വണ്ടി എടുക്കാന്നാ പറഞ്ഞത്. Rascals!
പ്രാവശ്യം ചേട്ടൻ ഇങ്ങോട്ട് ഫോൺ ചെയ്തെന്നറിയോ? എത്തിയോ എത്തിയോന്ന്. വരുന്ന വഴി നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞതാ, അനന്തേട്ടൻ കേക്കണ്ടേ? പതുക്കെ പതുക്കെ കരയിപ്പിക്കാതെ. മോനിഞ്ഞു വാ. ഞാൻ തരില്ല. നല്ല പാർട്ടി ആനന്ദൻ എന്നെ ഇട്ട് വട്ടം കറക്കിയല്ലോ. ഇപ്പോഴെങ്കിലും എത്തി നന്നായി. നാളെ സിമന്റ് കമ്പി ഇറക്കേണ്ട ഒന്ന് ദിവസം. നിർത്തോ. ഇങ്ങോട്ടൊന്ന് കാലുകുത്തില്ല, അതിനുമ്പോ സിമെന്റ് കമ്പിയൊക്കെ. നിങ്ങളെന്താ യാത്ര പെട്ടെന്ന് കാറിലാക്കിയത്? അത് ഇവളുടെ ഒരുക്കും യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് സ്റ്റേഷനിലെത്തിയപ്പോ ട്രെയിൻ അതിന്റെ പാട്ടങ്ങ് പോയി. അത് കഴിഞ്ഞാ പിന്നെ വൈകിട്ടേ ഉള്ളൂ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. സ്റ്റേഷനിൽ വന്ന അതേ വണ്ടി തന്നെ നിറഞ്ഞു പോന്നു. കാറിലായാലും 6-6.5 മണിക്കൂർ പോരെ. പിന്നെന്താ എത്ര വയ്യേ? ഇവിടെ ടൗണിൽ എത്തുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ സിറ്റിയിൽ എത്തിയപ്പോ ഒരു ബ്ലോക്ക്, ഏതോ VIP വേണ്ടി. അതിനിടയിൽ ഈ അനന്തേട്ടൻ. ഞാനൊരു ചായ കുടിക്കാൻ പോയി. പിന്നെ അവിടെ നിന്ന് ഫോൺ ചെയ്യാൻ പോയി. ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ ബൂത്ത് അന്വേഷിച്ച് നടന്ന അവസാനം ഫോൺ ബൂത്ത് കണ്ടുപിടിച്ച് ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ടും ബ്ലോക്ക് തീർന്നിട്ടില്ലായിരുന്നു അല്ലേ? നടന്നാട്ടെ നടന്നാട്ടെ. ഇതെന്തു കോലാ രാധിയെ? ഏതായാലും കാലും മുഖം ഒന്ന് കഴുകി ഫ്രഷാവും. ഇത്തവണ രാധി ഒന്ന് ചടച്ചിട്ടുണ്ട് അല്ലേ ശ്രീദേവി? ചേച്ചി മറിച്ച. അതെ അതെ. അതെ, അവരുടെ കുടുംബ പരമ്പരയാ, നിന്നെ പോലെ അല്ല. ആ വിശേഷമൊക്കെ പിന്നെ. ഞാനേ മോനുമായിട്ടൊന്ന് ഗുസ്തി പിടിക്കട്ടെ. അനന്ത, ഇനി ഒരു 50 ചാക്ക് സിമന്റ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലിൻഡൽ ലെവൽ വരെ. വന്ന് കേറിയല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ഊരിയിടട്ടെ. സാറേ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത് ചക്കയുടെ കാലമല്ല, മാങ്ങയുടെ കാലമാണ്. മനസ്സിലായോ? ചക്ക കൊണ്ടുവന്നിട്ടുണ്ടോ? അതില്ല. മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടോ? അതുമില്ല. നമ്മൾക്ക് പ്രയോജനമുള്ള ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ പറയാനുള്ള സിമന്റിന്റെ കമ്പനി ഇടയ്ക്ക് അതെന്റെ ചക്കയും മാങ്ങയും. സിമന്റ് തിന്നാൻ പറ്റില്ലല്ലോ, മണ്ടൻ. മോനിഞ്ഞു വാ. അഞ്ചിഞ്ച്. വാ 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 വാ. വാ. ആ മാധവൻ പോയില്ലേ ഇതുവരെ? അല്ല, നമ്മുടെ വീടിന്റെ പണി എവിടം വരെയായി? ഇപ്പോഴും അതേ നിപ്പ് തന്നെയാണോ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ആ നിൽപ്പ് നിന്നാ മതിയോ? നമുക്കതങ്ങ് തീർക്കണ്ടേ? ഇനി സ്റ്റേഷനറി ഐറ്റംസ്, പെയിന്റ്, ഇലക്ട്രിക് ഐറ്റംസ്, പിന്നെ സിമന്റ്, കമ്പി എല്ലാം കൂടെ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാം. 50 രൂപ? അതെ. സ്ഥലം വിട്. എന്താ കോമഡിയാ? കളിക്കാതെ 50,000 രൂപ ചെക്ക് താ ഡോക്ടറെ. കഴിഞ്ഞ മാസമല്ല ഞാൻ 25,000 രൂപ അയച്ചു തന്നത്. 25,000 രൂപ കൊണ്ട് ഞാൻ പുട്ടൊന്നും അടിച്ചു തീർത്തില്ല. ഇപ്പൊ തന്നെ ഇത് പോരാ. പിന്നെ നിങ്ങളുടെ നാക്ക് ഭയന്നിട്ടാ. ശരി, ഒരു 2 ദിവസം കഴിയട്ടെ, കുറച്ച് പൈസ കൂടെ എടുക്കാം. അല്ലെങ്കിൽ പണി നിൽക്കും. എനിക്ക് വേറെ ഒന്നും പറയാം. ഓക്കെ. അത് പിന്നെ സോറി കാലമായിട്ടുണ്ട്, എടുത്തു വെക്കട്ടെ. ഒരു 6 മണിക്കൂർ കാലം മതി. നിങ്ങൾക്ക് സോറി ഇവിടെ തന്നെയല്ലേ തിന്നാൻ? ഞങ്ങൾക്ക് സുഹൃത്തിനാൻ വീട്ടിൽ ഉരുട്ടിയ ഉണ്ടയുണ്ട്. പണ്ടാരം അടങ്ങാൻ എല്ലാവരും നമ്മളെ കളിയാക്കാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പകരം തുടങ്ങി അല്ലേ? ഏയ്, മോനെ കണ്ടപ്പോ ഒരു സന്തോഷം. അതെ അതെ, കാരണം പറയാൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എത്ര പറഞ്ഞാലും ചേട്ടന് മനസ്സിലാവില്ലല്ലേ? ഒന്നുമല്ല, പ്രസവിച്ചിട്ട് കണ്ണു ഓർക്കുമ്പോ കൊണ്ടുപോയതാ നീ അവനെ. ഒന്ന് കാണാൻ കുറിച്ചിട്ട് എത്ര നാളെന്നറിയോ? ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോൻ മിടുക്കനാ, മിടുമിടുക്കൻ. Come. ഇതാണ് നിന്റെ മുറി. വാ ഇരിക്കും. ഒക്കെ നേരത്തെ ഒരുക്കിയിട്ടിരിക്കായിരുന്നല്ലേ? നിന്റെ ഡോക്ടറെ, അനന്തൻ ഡോക്ടർ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര നാളെ കാത്തിരിക്കുന്നറിയോ? സാറേ, ഞാൻ എന്ത് ചെയ്യണം? താൻ പോയി ചാകടോ. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു വഴിക്ക് പോകുമ്പോ പറയുന്നത് വിളിക്കരുതെന്ന്. പേടിക്കാനൊന്നുമില്ല. പേഷ്യന്റിന് ഉടനെ വാർഡിൽ കൊണ്ടു. ശരി. അതെയോ? ആ, നീയെ പോന്നു? ഇവിടുത്തെ SP ഒന്ന് കാണാൻ വന്ന. ആ വഴിക്ക് അളിയനെ ഒന്ന് കാണാന്ന് വെച്ചു. നിർത്താറായില്ലേ നിന്റെ ഇതെല്ലാട് പണി? SP യും പോലീസും പട്ടാളവും ഒക്കെ വേറൊരാൾക്ക് വേണ്ടിയാ. ആ അറിയാം. അല്ല പിന്നെ
നാളെ ഫൈനാൻസിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ദിവസാ. ഓ, നാളെ ഒന്ന് പൈസ വാങ്ങിച്ചു. ഷോ, നാളെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകേണ്ടതാ, വരാൻ പറ്റില്ല. അതുകൊണ്ടാ ഇപ്പൊ തന്നെ കയറിയത്. എന്നാ നീ മാനേജർ അടുത്തേക്കുന്നു, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ആ, നീ അറിഞ്ഞോ, അനന്തം വന്നിട്ടുണ്ട്. ഇനി മുതൽ അവൻ ഇവിടെ തന്നെയാ. അതെയോ? ആ, സത്യത്തിൽ ഇവിടെ അനന്തന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം നിർബന്ധിച്ചിട്ട് അവൻ ജോലി ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അതെന്തായാലും നന്നായി. ഇനി ഫൈനാൻസ് ക്ലിയറൻസ് ഒക്കെ ഞാൻ ഇല്ലെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി. ആയിക്കോട്ടെ. ഓക്കെ. ഓ, ഇയാളുടെ ഒരു സഹോദര സ്നേഹം. ക്യാഷ് അടച്ചതിന്റെ റെസിപ്റ്റ് ഒന്നും ഇതുവരെ കിട്ടിയില്ലല്ലോ. ഓഡിറ്റ് ക്ലോസ് ചെയ്യാൻ സമയമായി. ഇപ്രാവശ്യത്തെയും കൂടിയും ചേർത്ത് അടുത്ത പ്രാവശ്യം തരാമെന്നാ ഫൈനാൻസർ പറഞ്ഞത്. സേവിയർ ഒന്ന് തടിച്ചിട്ടുണ്ടല്ലോ. വീട്ടുകാരോട് എന്റെ അന്വേഷണമൊക്കെ പറഞ്ഞേക്കണേ. വരട്ടെ. ശരി. കുട്ടി സഹാബന്തി ഉറങ്ങി. ഇത് ശരിയാവില്ല. ആ പാടെയൊന്ന് കൊഞ്ചാനും കളിക്കാനും കിട്ടുന്ന സമയം രാത്രിയില്ല. ആ സമയത്ത് അവനെ കിടത്ത് ഉറക്കി അങ്ങനെ. അത് കൊള്ളാം. നീ വരുന്നവരെ അവൻ കാത്തിരിക്കുമോ? കാത്തിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവനെ പോയി ഉണർത്തും. ഓ, പിന്നെ ഉണർത്തും. മോനെ ഓരോരുത്തരും വായി തോന്നുന്ന പേരാ വിളിക്കുന്നത്. ഇപ്പൊ തന്നെ അവനെല്ലാം കൂടെ 10-12 പേരുണ്ട്. അവനിങ്ങനെ ചേട്ടനെ ഓരോ പ്രാവശ്യം ഓരോ പേര് വിളിക്കുന്നത്. ആ, ഇനി അത് പോരാ. അപ്പോ ഇനി വേറെയും പേരിടണോന്നാണോ? വേണം. ഒരു ഒറിജിനൽ പേര്, ഒരു ഒഫീഷ്യൽ പേര്. അതിനെന്താ, ഉള്ള പേരിൽ നിന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള പേരൊന്ന് സെലക്ട് ചെയ്താ പോരെ? നത്തിങ് ഡൂയിങ്. മാമൂലുകളൊന്നും മാറ്റാൻ പാടില്ല. അവന്റെ നാമകരണം നമുക്ക് ചടങ്ങായിട്ട് നടത്തണം. ആയിക്കോട്ടെ. അമ്മ നാളെ തന്നെ ജോലിസിനെ കണ്ട് മുഹൂർത്തം കുറിപ്പിക്കണം. അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അവിടെ ഒരു ഗ്രില്ല് വരും. രാധേ ചേച്ചി, ഈ മുറി ഇപ്പോഴേ എനിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, ഇൻക്ലൂഡിങ് യു ആൻഡ് മൈ ചേട്ടൻ. സമ്മതിച്ചു. പക്ഷെ ഇവിടെ താമസിക്കാൻ നിന്നെ കിട്ടുമോ? ശരിയാ. ഈ വർഷം കൂടി കഴിഞ്ഞാ നീ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലായിരിക്കും. 5 വർഷത്തെ പഠിപ്പും ഹൗസ് ഏജൻസിയും കഴിയുമ്പോ ഏതെങ്കിലും സുന്ദര കുട്ടം വന്ന് നിന്നെ റാഞ്ചി കൊണ്ടുപോകും. എൻട്രൻസിൽ എനിക്ക് റാങ്ക് കിട്ടുമോ ചേച്ചി? കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ തന്നെ പണം കൊടുത്തെങ്കിലും അഡ്മിഷൻ വാങ്ങിച്ചു തരാമെന്ന് നിന്റെ ചേട്ടന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ. മാധവ, നിനക്ക് ഈ പണിയെടുക്കാത്തവന്മാരെ കിട്ടുള്ളൂ. അവന്റെ നിപ്പ് കണ്ടിട്ട്. അയ്യോ അനന്ത, അവരോട് ദേഷ്യപ്പെടരുത്. കരഞ്ഞ് കാല് പിടിച്ചിട്ടാ ഈ പണിക്കാരെ കിട്ടിയത്. ഇന്നത്തെ കാലത്ത് പണിക്കാരെ കിട്ടാൻ പാടാ. ആ, വീട് വിചാരിച്ച പോലെ തന്നെ ഉണ്ടോ? ചേട്ടാ, ഹാളിലും മുകളിലത്തെ എന്റെ മുറിയിലും മക്രാന മാർബിൾ തന്നെ ഇടണം. നല്ല സ്റ്റൈലായിരിക്കും. ശരിയാ. ഏത് ശരി? മെക്രാനെ മാർബിൾ, വേറൊന്നും വേണ്ടേ? ഒക്കെ ഇവളുടെ ഐഡിയ ആയിരിക്കും അല്ലേ? ആ, വെറുതെ എന്നെ പിടിക്കല്ലേ. വേറെ സിമന്റ് തറയായാലും എനിക്ക് ധാരാളം. അല്ല, അതിന് വലിയ വിലയൊന്നും ആകത്തില്ല. സ്ക്വയർ ഫീറ്റിന് ഒരു 350-450 അകത്ത് വരും. അത്രേ ഉള്ളൂ. വളരെ ചീപ്പാണല്ലോ. എങ്കിൽ പിന്നെ നമുക്ക് മുറിയിലും വരാന്തയിലും റോട്ടിലും ഒക്കെ മെക്രാനെ മാർബിൾ ഇടാം. അനന്തൻ ഇപ്പൊ ഇതൊക്കെ പറയും. അവസാനം ഗീത ഉദ്ദേശിച്ചേ നടക്കൂ. അനന്തനെ നമുക്കറിയില്ലേ. ആരാ? അനന്തൻ ഡോക്ടർ ഇല്ലേ? ഡോക്ടർ ഹോസ്പിറ്റലിൽ വരും, അവിടെ ചെന്ന് കണ്ടാ മതി. ഡോക്ടറെ കാണാൻ എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാ വരുന്നത്. മനുഷ്യന് എന്താ അസുഖം? ആർക്കും ഒരു അസുഖം ഇല്ലെന്നേ. ചേട്ടാ, ഇതെന്താ പാടാ? അസുഖം ഉണ്ടെങ്കിലേ ഡോക്ടറെ വീട്ടിൽ വരാവുള്ളൂ. പിന്നെ ഇയാൾ ആരാ? എന്തിനാ ഇങ്ങോട്ട് സൈക്കിൾ കെട്ടിയെടുത്തത്? കെട്ടിയെടുത്ത എന്നല്ല, തന്നെയാ. തന്നെ വീട്ടിന് മുമ്പ് കിടന്ന് ബഹളം ഉണ്ടാക്കല്ലോ. ഞാനാണോ? ആരാ നിങ്ങള്? ചുമ്മാ ഇരിക്കണം കേട്ടോ. ഒരു സമൻസ് ഉണ്ട്. സമൻസ്? ആ. എന്താ നോട്ടീസിൽ? അന്ന് ട്രാഫിക് ബ്ലോക്കിൽ വെച്ചൊരു ഡിവൈഎസ്പി ആയിട്ട് ഒരു ഉടക്കുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പോ കേസായി. നിനക്കിത് നിസാരം. സംഗതി പോലീസ് കേസാ. ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ഞങ്ങളൊന്നും പറയായിരുന്നില്ലേ? അതിന് തക്കതായ ഒന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ടാണോ ഡിവൈഎസ്പി നിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്? നഗ്നമായ ഒരു അനീതി നേരിൽ കാണാൻ ഇടവന്നുകൊണ്ട് ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് സത്യം. അതും എനിക്ക് വേണ്ടിയല്ല, ഒരു പേഷ്യന്റിന് വേണ്ടി. ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരുന്ന ഒരു പേഷ്യന്റിന് നടുറോട്ടിലിട്ട് അമ്മാനമാണെന്ന് കണ്ടാൽ പോലീസിനോടെന്നല്ല മന്ത്രിയോടായാലും നട്ടിലുള്ള ആണുങ്ങൾ പ്രതികരിച്ചു പോകും. നമുക്കില്ലേ ഒരു ഐഡന്റിറ്റി, ഒരു യൂണിഫോം, അതിനൊരു വിലയില്ലേ? സമ്മതിച്ചു. നീ പറയുന്നത് മുഴുവൻ സമ്മതിച്ചു. എന്ന് വെച്ച് പബ്ലിക്കായി ഒരു പോലീസ് ഓഫീസറെ ഇൻസൾട്ട് ചെയ്താൽ? I beg to differ. It was not an insult. It was human and natural. അതിന്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി ആ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, ഒരു കോംപ്രമൈസ് കൊണ്ട് എന്താ തകരാറ്? എന്തിന്?
അയാളുടെ വിദ്വേഷം ഒഴിവാക്കാൻ, അത്ര തന്നെ. അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയില്ല. ഈ ടൗണിന്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു സീനിയർ ഓഫീസർക്ക് എന്തും ചെയ്യാൻ കഴിയും. 1000 പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനൊക്കെ നമുക്ക് സമാനം പറയാൻ പറ്റൂ. ബഹുമാനമാവാം. പക്ഷേ കാക്കിന്ന് കേൾക്കുമ്പോ സ്വയം വിധേയത്വം തോന്നുന്ന ഈ പൈങ്കിളി മനോഭാവം ചേട്ടനെ പോലും സർജന് യോജിക്കില്ല. പ്ലീസ്. എടാ, എനിക്ക് വേണ്ടിയെങ്കിലും നിനക്കൊന്ന് സമ്മതിച്ചൂടെ? ഞാൻ കോംപ്രമൈസ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതിന് ഞാൻ സമ്മതിക്കുന്നത് തന്നെ ഈ പിള്ളയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഓൺ ഡ്യൂട്ടിയിൽ യൂണിഫോം ഇട്ട ഒരു പോലീസ് ഓഫീസറുടെ നേർക്ക് പൊന്തിയ അവന്റെ നാവ് പിന്നെ ഒരുത്തന്റെ നേർക്ക് പൊന്തില്ല. അതിനുള്ള വഴി എനിക്കറിയാം. എന്തോ കണ്ടീഷൻ ഉണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ. അവൻ എന്നോട് കാണിച്ച ധിക്കാരത്തിന് പിഴ കൊടുക്കണം. നടു റോട്ടിൽ വെച്ച് എന്നെ പരസ്യമായി ആക്ഷേപിച്ചതിന് എന്റെ ഓഫീസിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ എന്നോട് മാപ്പ് പറയണം. അത്രേ ഉള്ളൂ. പിഴാന്ന് കേട്ടപ്പോ ഞാൻ എന്ത് പറയുന്നു ഡോക്ടർ നന്ദകുമാർ? അല്ല സാർ, അത് വേണ്ട. ഇതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും എന്നെ കിട്ടില്ല. തയ്യാറാണെങ്കിൽ വിവരം അറിയിച്ചാൽ മതി. എന്നാ പോയിക്കോളൂ, എനിക്ക് അല്പം ധൃതിയുണ്ട്. പറട്ടെ. അനിയന് ഭാഗ്യമുണ്ട്. ഇത് ഇത്ര എളുപ്പത്തിൽ തീരുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല, പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു കാര്യം സാധിച്ചെടുക്കാന്ന് വെച്ചാൽ അല്പം ബുദ്ധിമുട്ടാ. പിഴയെന്ന് കേട്ടപ്പോ ഞാനൊന്ന് ഞെട്ടി. 1000 ലക്ഷമൊക്കെ അവരെ പെറ്റിക്കേസിന് വാങ്ങുന്നേ. ചോദിച്ചാ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പൈസയുടെ കാര്യമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അനന്തന് ഇതിന് സമ്മതിക്കുമെന്ന് എന്റെ സംശയം. സമ്മതിച്ചില്ലെങ്കിൽ അയാളുടെ പാട്ടിന് പോട്ടറിയാ. ഒരു മാപ്പ് പറയാൻ പറ്റില്ലെങ്കിൽ അവൻ അനുഭവിക്കട്ടെ. ഞാൻ അനുഭവിച്ചോളാം. ഇത് കോംപ്രമൈസ് അല്ല, കീഴടങ്ങലാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ചെന്ന് മാപ്പ് പറയുക. തെറ്റ് ചെയ്തവൻ യോഗ്യനായിട്ട് അതൊന്ന് കേൾക്കുക. ഒരു അംശം തെറ്റെന്റെ ഭാഗത്തുണ്ടെ പറ. ഏത് ചെറ്റയുടെ കാര്യം വേണമെങ്കിലും ഞാൻ പിടിക്കാം. നീ പറയുന്നതൊക്കെ ശരിയാ, ഞാനും സമ്മതിച്ചു. പക്ഷെ നമുക്ക് കേസും വഴക്കുമില്ലാതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിച്ചേ പറ്റൂ. ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാ. അത് ഞാൻ തന്നെ തീർത്തോളാം. ചേട്ടൻ ഇതിനെ പറ്റി വരി ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അനന്തന് ഇതിന് സമ്മതിക്കില്ല എന്ന്. ചിലരുടെ തലയിലെടുത്ത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. അഴിയണുമ്പോ പഠിച്ചോളും. വിശ്വം,